നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് ജോ ബൈഡൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മത്സരത്തിൽ തുടരുമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ കോവിഡ് ഐസൊലേഷനിൽ തുടരുകയാണ് ബൈഡൻ. ഡെലവെയർ ബീച്ച് ഹോമിൽ നിന്ന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ചയോടെ തന്നെ പ്രചരണ പരിപാടികളിലേക്ക് മടങ്ങിയെത്തുമെന്നും രോഗലക്ഷണങ്ങൾ മാറി വരുന്നതായി ഡോക്ടറും അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോഴും വ്യക്തമാണ്. അതിൽ യാതൊരുവിധ സംശയത്തിന്റെയും ആവശ്യമില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ മത്സരത്തെ നേരിടുകയും വിജയിക്കുകയും ചെയ്യുമെന്നും ബൈഡൻ അറിയിച്ചു. അതേസമയം ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നേരെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് രൂക്ഷമാവുകയാണ്. ട്രംപിന്റെ പ്രചരണ പരിപാടികൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് ഉൾപ്പെടെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻ US പ്രസിഡന്റായ ബറാക് ഒബാമയും ബൈഡനും വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ബൈഡന് പകരം കമല ഹാരിസിന് അവസരം നൽകണമെന്നാണ് പാർട്ടിക്കുള്ളിൽ വലിയൊരു ശതമാനവും ഉയർത്തുന്ന ആവശ്യം. വധശ്രമം ഉണ്ടായതിന് പിന്നാലെ പൊതുവെ രാജ്യത്ത് ട്രംപിന് അനുകൂലമായ തരംഗമുണ്ട് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഇതോടെയാണ് കൂടുതൽ പ്രമുഖർ ബൈഡന് അവസരം നൽകേണ്ടതില്ല എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്നത്. ഒബാമയ്ക്ക് പുറമെ മുൻ ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയും കടുത്ത വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം ലഭിക്കുന്നത്.